288 ഇന്ത്യക്കാരെ കാണാൻ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിലെ വെള്ളപ്പൊക്കത്തിൽ നിരവധി മലയാളികളും കുടുങ്ങിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള 36 അംഗ വിനോദസഞ്ചാര സംഘം സുരക്ഷിതരുമാണ്. മരുന്നുകളടക്കം 10 ടൺ രക്ഷാസാമഗ്രികൾ ഇന്ത്യ നേപ്പാളിലേക്ക് അയച്ചു. നേപ്പാളിലെ ഖർസവ ജില്ലയിൽ കോട്ടേക്കോസി നദിയിലുണ്ടായ വെള്ളപ്പൊക്കം കാരണം നിരവധി വാഹനങ്ങൾ കാഠ്മണ്ഡുവിൽ നിന്നും പൊഖ്രാനിലേക്ക് പോകുന്ന വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകളും പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂറുമായി ഇവിടെ കിടക്കുകയാണ്. ഈ ഖർസവ ജില്ലയിലുണ്ടായ ഈ ആക്സിഡന്റിൽ ഈ വെള്ളപ്പൊക്കത്തിൽ കുറേ വാഹനങ്ങൾ ഒഴിച്ചു പോയിട്ടുണ്ട്, കുറേ വീടുകൾ ഒഴിച്ചു പോയിട്ടുണ്ട്. എത്രയാണ് കാഷ്വാലിറ്റി എത്രയാണെന്നുള്ള കാര്യം ഇതുവരെ അധികൃതർ തിട്ടപ്പെടുത്തിയിട്ടില്ല. ജനങ്ങൾ പറയുന്നത് കുറേ വാഹനങ്ങൾ പോയിട്ടുണ്ട്, കുറേ ആൾക്കാർ മരണപ്പെട്ടുണ്ടാകാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ റോഡ് ഏകദേശം 2 മണിക്കൂറോളായി റോഡ് ബ്ലോക്കായി കിടക്കുകയാണ്. എപ്പോഴാണ് ഇവിടുന്ന് റിലീസാകാൻ പറ്റും എന്നുള്ള കാര്യം വ്യക്തതയില്ല. So the first group of 73 people who are working on Trishuli 1 power project, then 2 separate groups of 37 and 49 nationals from Tamil Nadu, Indian nationals from Tamil Nadu, who travelled for Kailash Mansarovar Yatra through Samrat and Fly Everest Travels. These are 2 separate travel agents. Then a group of 32 nationals from Indian nationals from West Bengal who travelled with the help of Samrat Travels in Timure, which is in Rasuwa district where this particular disaster has happened. Then a group of 61 Indian nationals from different states who travelled through Richa Tours, and then a group of 33 Indian nationals from Kerala. So these are 5 major groups who comprise by and large the 288 people that we are talking about. Let me also say that we are making all efforts to reach out to our people through the Nepalese നേപ്പാൾ പോലീസ് authorities. അവരുടെ എക്സ് പേജിൽ പങ്കുവച്ച ഭീതിജനകമായ ദൃശ്യങ്ങൾ ഭീതിജനകമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. त्रिशुली नदीको तटीय क्षेत्रका जिल्लाहरू नुवाकोट, धादिङ, चितवन, गोर्खा लगायतका स्थानहरूमा उच्च सतर्कता सहित सुरक्षित स्थानमा रहन अनुरोध छ। भोटेकोसी नदी रसुवामा तिब्बत तटबाट ठूलो बाढी प्रवेश गरेकोले अर्को सूचना नआउँदासम्म त्रिशुली नदीको तटीय क्षेत्रका जिल्लाहरू नुवाकोट, धादिङ, चितवन, गोर्खा लगायतका स्थानहरूमा उच्च सतर्कता सहित सुरक्षित स्थानमा रहन अनुरोध छ। മനു എടുത്തു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനു, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2ാം ഘട്ട രീതിയിലും സഹായങ്ങൾ എത്തിച്ച് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാണാതായവരുടെ എണ്ണവും സംബന്ധിച്ചും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഹെൽപ്പ് ഡെസ്ക് നമ്പർ ഉൾപ്പെടെ ഉണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ്? ഹരി, ഈ നേപ്പാൾ അവിടെ ഉണ്ടായിട്ടുള്ള ഈ മിന്നൽ പ്രളയം ലോകത്തെ തന്നെ വലിയ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു. മരണസംഖ്യ ഉയരുന്നു എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. ഏറ്റവും ഒടുവിൽ കണക്കുകൾ ലഭിക്കുമ്പോൾ 270ഓളം ആളുകൾ മരിച്ചു എന്ന സ്ഥിരീകരണമാണ് വരുന്നത്. മരണസംഖ്യ ഈ നിലയ്ക്ക് കൂടുതൽ ഉയരാനുള്ള സാധ്യതയും അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നു. വലിയ ആശങ്കാജനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. 800ഓളം ആളുകളെ ഇപ്പോൾ കാണാൻ ഇല്ല എന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിൽ ഇന്ത്യൻ വംശജരും ഇന്ത്യക്കാരും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു സംഘമുണ്ട്. 100ലധികം ഇന്ത്യക്കാർ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ തീർത്ഥാടന യാത്രകളിൽ ഏർപ്പെട്ടിട്ടുള്ള പല ഇന്ത്യക്കാരെയും കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. 288 ഇന്ത്യക്കാരാണ് അവിടെ ഇപ്പോൾ നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിയാത്ത തരത്തിൽ ഉള്ളത്. എന്നാൽ നേപ്പാൾ മന്ത്രാലയം നൽകുന്ന വിവരമനുസരിച്ച് 300ലധികം പേർ അത്തരത്തിൽ ഉണ്ട് എന്ന് അവർ വ്യക്തമാക്കുന്നു. രൺദീപ് ജയ്സ്വാൾ വിദേശകാര്യ വക്താവ് 21 ആളുകൾ കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് പോയിട്ടുള്ള 21 ആളുകളെ ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവരെ സുരക്ഷിതരായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൽ 21 പേർ ഇന്ത്യക്കാർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് പോയിട്ടുള്ള തീർത്ഥാടകരാണ്.
അവർ കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് ഇടയിലാണ് അവർ കുടുങ്ങിപ്പോയത്. അവരെ ഇപ്പോൾ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 53 മലയാളികളെ അവിടെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നോർക്ക റൂട്ട്സ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. 53 മലയാളികളെ നമുക്ക് അവരുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നു. അവരെല്ലാം സുരക്ഷിതരാണ് എന്ന വിവരം വരുന്നു. അതേസമയം വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ നേപ്പാളുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ആളുകളെ സുരക്ഷിതരാക്കാനും അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താനും എല്ലാവിധ ശ്രമങ്ങളും നടത്തുന്നു എന്നും ഇന്ത്യയും നേപ്പാളും ഇതിലൊക്കെ യോജിച്ച് പ്രവർത്തിക്കുന്നു എന്നുമാണ് വ്യക്തമാക്കുന്നത്. അതുപോലെ ഈ ടൂർ ഓപ്പറേറ്റർമാരെയും അതുപോലെ പ്രോജക്റ്റ് അതോറിറ്റികളുമൊക്കെയായി ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തുന്നു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള 80ഓളം സംഘങ്ങൾ അവിടെ കുടുങ്ങിയതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്കാരുടെ ഓടൊപ്പം തന്നെ ചൈനീസ് ആയിട്ടുള്ള 100-ലധികം ആളുകളെ അവിടെ കാണാനില്ല എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ചൈന അത് സംബന്ധിച്ചുള്ള ചില സഹായ സഹകരണങ്ങളുമായി അങ്ങോട്ടേക്ക് രക്ഷാ ദൗത്യവുമായൊക്കെ എത്തിയിട്ടുണ്ട്. നേപ്പാൾ ടൂറിസം പറയുന്ന ഒരു കണക്കനുസരിച്ച് 517 വിദേശ പൗരന്മാർ തന്നെ അവിടെ കാണാതായിട്ടുണ്ട് എന്നാണ് വിവരം. അതിൽ ഇന്ത്യക്കാരിൽ കൂടാതെ UK-യിൽ നിന്നുള്ള 65 പേരുണ്ട്, ഉക്രൈനിൽ നിന്നുള്ള സഞ്ചാരികളുണ്ട്, മലേഷ്യയിൽ നിന്നുള്ളവരുണ്ട്, 35 പേരോളം ഓസ്ട്രേലിയൻ പൗരന്മാരാണ്, 33 പേർ ബ്രിട്ടീഷ് പൗരന്മാരാണ്, 25 പേർ കാനഡ പൗരന്മാരാണ്. ഇങ്ങനെയുള്ള വിവരങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഏതായാലും ലോകം കൈകോർത്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിനാണ് നമുക്ക് അവിടെ സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നത്. ഇന്ത്യ 10 ടൺ ഇതുപോലുള്ള ഭൂകമ്പവും മറ്റ് പ്രശ്നങ്ങളും അല്ലെങ്കിൽ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോൾ വരുന്ന ഒരു ദുരന്ത നിവാരണ സാമഗ്രികൾ എന്നത് 10 ടണ്ണാണ് അങ്ങോട്ടേക്ക് അയക്കാൻ ഇത് ചെയ്തിട്ടുള്ളത്. അതിൽ ബ്ലാങ്കറ്റുകളുണ്ട്, ഷെൽട്ടർ, താൽക്കാലിക ഷെൽട്ടർ ഉണ്ട്, ഹൈജീൻ കിറ്റ് എന്ന തരത്തിലുള്ള സാധനങ്ങൾ, സോളാർ ലാമ്പുകൾ, അവശ്യ മരുന്നുകൾ ഇന്ത്യ വലിയ തോതിൽ നേപ്പാളിലേക്ക് നൽകുന്നു. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ബീഹാറിലും അതുപോലെ ഉത്തർപ്രദേശിലുമൊക്കെ വലിയ തോതിൽ ജാഗ്രത തുടരുന്നുണ്ട്. മാത്രമല്ല ബീഹാർ മുഖ്യമന്ത്രി സാമ്രാജ് ചൗധരി നിരന്തരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. അവിടത്തേക്ക് ഈ ബഡേകോശി നദിയിൽ വെള്ളമുയർന്നതിനെ തുടർന്നാണ് നേപ്പാളിൽ പ്രശ്നമുണ്ടായത്. അപ്പോൾ അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ കോശി നദിയിലും വെള്ളം ഉയരാൻ സാധ്യതയുണ്ട്, ഗണ്ഡക് നദിയിൽ വെള്ളം ഉയരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് ഇവിടെയും ജാഗ്രത നിർദ്ദേശം തുടരുകയാണ്. അമേരിക്ക ഏതാണ്ട് $5 ലക്ഷം അസിസ്റ്റൻസ് നൽകാൻ ആയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ വലിയ തോതിലുള്ള സഹായ സഹകരണങ്ങൾ നൽകും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡന്റ് ഉർസുല വോൺ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അവിടേക്കുള്ള എല്ലാ സാമ്പത്തിക സഹായത്തിനുള്ള ഒരു ഏകോപനം യൂറോപ്യൻ യൂണിയൻ നടത്തുമെന്ന് പറയുന്നു. റെഡ് ക്രോസും അതുപോലെ റെഡ് ക്രിസൻറ്റ് സൊസൈറ്റികളും ഒരു അവിടെ സാമ്പത്തിക സഹായത്തിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഒരു 10 ലക്ഷത്തിൻ്റെ സ്വിസ് ഫ്രാങ്കാണ് അവിടെ ഇരുവരും നൽകിയിരിക്കുന്നത്. WHO-യും വലിയ തോതിലുള്ള ആരോഗ്യ സംവിധാന സഹായങ്ങളുമായി എത്തുന്നു, മരുന്നുകൾ എത്തുന്നു, എല്ലാം എത്തുന്നു. പക്ഷേ നമുക്ക് ഇനി ഏറ്റവും വലിയ ആശങ്ക അവിടെ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർ, അവരെ എത്രയും പെട്ടെന്ന് സുരക്ഷിതരായി മാറ്റുക എന്നുള്ളതാണ്. അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക, അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ജന്മനാടുമൊക്കെയായി ബന്ധപ്പെടാനൊക്കെയുള്ള അവസരം നൽകുക എന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യക്കാർ എല്ലാവരും ഏറെക്കുറെ സുരക്ഷിതരാണെന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും 300ഓളം ഇന്ത്യക്കാരുടെ കാര്യത്തിൽ ചില അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന ഒരു വിശദീകരണം നേപ്പാളിൽ നിന്ന് വരുന്നുണ്ട്. ഏതായാലും ഇന്ത്യ അതീവ ജാഗ്രതയോടുകൂടി ഈ വിഷയങ്ങൾ പരിശോധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നേപ്പാളിൻ്റെ വിദേശകാര്യ മന്ത്രി ശിശിർ കനാൽ ആണ് ഈ 300ഓളം ഇന്ത്യൻ ടൂറിസ്റ്റുകൾ അവിടെ മിസ്സിംഗ് ആണ് എന്ന വിവരം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും 826 പേരെ ഇപ്പോൾ അവരെ പൂർണ്ണമായും കാണാനില്ല എന്നൊരു വിവരമാണ് വരുന്നത്. 558 പേർ ടിബറ്റൻ അതിർത്തിയോട് ചേർന്നാണ് ഇല്ലാതായിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. മാത്രമല്ല അവിടെ ഒരു വലിയൊരു പ്രശ്നം ഈ വെള്ളപ്പൊക്കത്തെ തുടർന്ന് കനത്ത ചെളിയും അതുപോലെ ഈ മണ്ണും ചെളിയും ചേർന്നുള്ള വെള്ളം ഒലിച്ചിറങ്ങുന്നത് വലിയ തോതിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരിക്കുന്നു. 3-4 ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ താറുമാറായിട്ടുണ്ട്. അപ്പോൾ നേപ്പാളിൻ്റെ ഒരു 10-15% പ്രദേശത്ത് വൈദ്യുതി ലഭ്യത പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി നേപ്പാൾ അഭിമുഖീകരിക്കുന്നു. തുടർന്ന് ഇത്തരം ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു. UP-യും നമ്മുടെ ഉത്തർപ്രദേശും അതുപോലെ ബീഹാറുമാണ് ഇപ്പോൾ വലിയ ഹൈ അലർട്ടിൽ നമ്മൾ വെച്ചിട്ടുള്ളത്. ഗാങ്ടക് നദിയുടെ താഴ്വാരത്തിലുള്ള ജനങ്ങളോടെല്ലാം
വളരെ ജാഗ്രത പുലർത്തണം എന്ന് ആവശ്യപ്പെടുന്നു. യോഗി ആദിത്യനാഥ് വിഷയം നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ബീഹാറിൽ സാമ്രാജ് ചൗധരി വിഷയങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുകയും കേന്ദ്ര സംഘവുമായൊക്കെ ചർച്ചകൾ നടത്തുന്നുണ്ട്. നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ സംഘം ഹൈ അലേർട്ടിലാണ്. ഈ പരിസര പ്രദേശങ്ങളിൽ അവരും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സജ്ജരായി നിൽക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിന് നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഇന്ത്യ എല്ലാവിധ പിന്തുണയും നേപ്പാളിന് നൽകിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. ഇത് നേപ്പാൾ പോലീസും അവിടെ നിന്ന് 270 പേരുടെ മൃതശരീരങ്ങൾ കിട്ടി എന്ന് ഇപ്പോൾ എക്സിൽ കുറിക്കുന്നു. ഇങ്ങനെ നേപ്പാൾ ഈ പൊതുവെ ഈ നദിയെ ബഡേകോശി നദി എന്നത് ബീഹാറിൻ്റെ ഒരു കണ്ണീരെന്നാണ് നമ്മൾ ശരിക്കും വിശേഷിപ്പിക്കാറ്. അതിനെ ബീഹാറിൻ്റെ കണ്ണീരെന്നാണ്. പക്ഷേ ഈ ബഡേകോശി നദിയിലുണ്ടായിട്ടുള്ള ഈ വെള്ളപ്പൊക്കം ഇന്ന് ലോകത്തിൻ്റെ ഒരു കണ്ണീരായി മാറുന്ന കാഴ്ചയാണ് നേപ്പാളിൽ നിന്ന് വരുന്നത്. ഹരി, വ്യക്തമാണ്. ഏകദേശം 300ഓളം ഇന്ത്യക്കാരുടെ വിവരങ്ങൾ ഇനിയും ലഭിക്കാനുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മരണം 270 പിന്നിടുന്ന സാഹചര്യം, മരണം ഇങ്ങനെ കൂടുന്നൊരു സാഹചര്യം ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കേണ്ടതുണ്ട്. ലോകരാജ്യങ്ങൾ ഒന്നാകെ തന്നെ ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇതിനുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഇന്ത്യ ആവട്ടെ രണ്ടാം ഘട്ടത്തിൽ ഈ മരുന്നുകളടക്കം അയച്ചു നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി. പക്ഷേ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. മനു ഭരത്താണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.